ഇന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് കളിക്കാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയൊരു പ്രൊഡക്റ്റാണ്. ഇതുപോലെ കുറേ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് പറ്റിക്കപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ഓൺലൈനിൽ 4 ചെടിച്ചട്ടി, ഒരു മീഷോ ആപ്പിൽ നിന്ന് 4 ചെടിച്ചട്ടി വാങ്ങിയിട്ട് 2 വന്നു. 2 വരാത്തത് എന്താണെന്ന് കസ്റ്റമർ കെയറിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഒരു റിട്ടയർഡ് ഹോമിയോ ഡോക്ടർക്ക് 15 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായിട്ട് ഉള്ള കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് കഥകൾ, ഒരുപാട് നഷ്ടങ്ങൾ, ഓൺലൈൻ തട്ടിപ്പ്, സൈബർ തട്ടിപ്പ് വഴി പണം നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും? ഞാൻ എന്റെ വണ്ടിയിൽ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്നെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് അവര് എന്റെ കാർഡിന്റെ വാലിഡിറ്റി കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് OTP നമ്പർ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് റിന്യൂ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ ആ OTP നമ്പർ അയച്ചു കൊടുത്തു. എന്റെ 30,000 രൂപ അപ്പൊ തന്നെ പോയി. സാറേ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഈ OTP നമ്പർ ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല. എവിടെ വർക്ക് ചെയ്യുന്നത് സാർ? കടവന്തറ SBI ബാങ്കിന്റെ മാനേജർ. കടവന്തറ SBI ബാങ്കിന്റെ മാനേജറാണ്. ഇതൊക്കെ രീതിയിലാണ് ഓൺലൈൻ തട്ടിപ്പ് വഴി പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രോഡ് ലോൺ ആപ്പ്, സെക്സ്റ്റോഷൻ, ലൈംഗിക അതിക്രമണം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫ്രോഡ്, ട്രേഡിംഗ് ആപ്സ്, ലോട്ടറി, ഗിഫ്റ്റിംഗ്, അങ്ങനെ നിരവധി വഴികളിലൂടെ ഓൺലൈൻ തട്ടിപ്പുകൾ. ഓൺലൈൻ തട്ടിപ്പിനിരയായി പണം നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഗോൾഡൻ ഹവേഴ്സിൽ ഉടൻ വിളിക്കുക സൈബർ പോർട്ടൽ ടോൾ ഫ്രീ നമ്പർ 1930 1930 നമ്പറിൽ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താൽ ഉടൻ തന്നെ ബാങ്ക് ആക്ഷൻ എടുക്കും. ഏത് ഫ്രോഡ് അക്കൗണ്ടിലേക്കാണോ നിങ്ങളുടെ പൈസ പോയത് ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും. നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുന്നുണ്ടാവും, ട്രേഡിംഗ് ആപ്പ്, ഒരു ഫ്രോഡ് ട്രേഡിംഗ് ആപ്പ് വഴി നിങ്ങൾ ഓൺലൈൻ തട്ടിപ്പിന് ഇരയായത് കുറെ കാലങ്ങളായിട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ ചെയ്യേണ്ടത് സൈബർ പോർട്ടലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ cybercrime.gov.in എന്ന വെബ്സൈറ്റിൽ കയറി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുക. അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകളുണ്ട്, അവിടെ പോയിട്ട് നിങ്ങളുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് FIR ഇടുക. ഓക്കെ, ബിവെയർ ഓഫ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ക്രിമിനൽസ്. ഓക്കെ, കേരള പോലീസ് തന്നെ സുമ്മാവാ.